ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ, അതായത് ഓരോ മൊഡ്യൂളിലെയും ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം PSC മുൻ വർഷങ്ങളിൽ ആ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക എന്ന കാര്യം മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം ഒരുപാട് എക്സാമുകൾ PSC ഒരു വർഷം കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലേ. അതിൽ ടെക്നിക്കൽ എക്സാമുകളുണ്ട്, നോൺ ടെക്നിക്കൽ എക്സാമുകളുണ്ട്. അപ്പം ടെക്നിക്കൽ എക്സാമുകളിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അനലൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. പകരം നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നടക്കുന്ന മറ്റ് എക്സാമുകളെ കണ്ടെത്തി അവ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 വർഷങ്ങളായിട്ട് ഈ IO പോസ്റ്റിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2010, 2011 പിന്നെ ലാസ്റ്റ് നടന്ന ഒരു എക്സാം. അങ്ങനെ 3 IO പോസ്റ്റിലോട്ട് തന്നെ PSC നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിനെ വർക്കൗട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിലേക്ക് ലെക്ചർ പോസ്റ്റിലോട്ട് PSC നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. അപ്പം അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ പോളി ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രീംസിലോട്ട് പോളി ലെക്ചറിൻ്റെ എക്സാം PSC വിളിക്കാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങളുടെ സിലബസിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പോളി ലെക്ചറിൻ്റെ സിലബസിലും വരാറുണ്ട്. അപ്പോൾ അതിലെ ടോപ്പിക്സുകൾ മനസ്സിലാക്കി അവിടുന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം എവിടെ നിന്ന് കിട്ടും? അതെ, PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലഭിക്കാം. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ PSCയുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതിനായിട്ട്, അതായത് ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്ത് നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അതിന് പരമായിട്ട് ഏണസ്റ്റ് അക്കാദമി ഈ IO പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് PSC നടത്തിയ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം സോർട്ട് ചെയ്തിട്ട് അതൊരു ഒറ്റ PDF ആക്കിയിട്ട് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഹെൽപ്ഫുൾ ആകാൻ പോകുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ തന്നെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ ബാങ്ക്. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ടെക്നിക്കൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നിങ്ങളുടെ സിലബസ് ബേസ് ചെയ്ത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് IO പോസ്റ്റിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് കഴിഞ്ഞിട്ട് പോളി ലെക്ചറിൻ്റെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. ഇപ്പോൾ 2015 മുതൽ 2023 വരെ PSC നടത്തിയിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഈ ഒറ്റ PDF-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ലിസ്റ്റ് പറയാം. ആദ്യം തന്നെ IOയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, 3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ IOയുടെ തന്നെയുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെക്ചർ ഗവൺമെൻറ് പോളിടെക്നിക്സ്, ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ സ്ട്രീമുകളിലേക്കും നടന്ന പോളി ലെക്ചർ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ PDF-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലോട്ടും എക്സാം വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് ചിലർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞ BTech ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ആ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഓവർസിയർ എക്സാമുകൾ PSC കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഓവർസിയർ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സിലബസിലെ ടോപ്പിക്കുകൾ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ചില ഔട്ട് ഓഫ് ടോപ്പിക്കുകളും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിലുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ചിലപ്പോൾ നിങ്ങളുടെ ഔട്ട് ഓഫ് ടോപ്പിക് ചോദ്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എത്ര ടഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും PSC ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടും നിങ്ങളെ ഉയർന്ന റാങ്കിലേക്ക് ഷുവറായും എത്തിക്കും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കേരള PSC തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റിലോട്ടും നോട്ടിഫിക്കേഷൻ വിളിച്ച് എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് സ്ട്രീമുകളിലേക്ക് PSC നോട്ടിഫിക്കേഷൻ വിളിച്ച് എക്സാം നടത്താറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മളിവിടെ ഈ ഒറ്റ PDF-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ IO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയെങ്കിലും അറിയേണ്ട കാര്യമില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒരൊറ്റ കുടക്കീഴിൽ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറേഞ്ച് ചെയ്ത് നിങ്ങൾ ഒറ്റ PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നൽകാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങൾ ഈ മെറ്റീരിയൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ത്രൂ ഔട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഉയർന്ന റാങ്ക് വാങ്ങിച്ചിട്ട് എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കും. ഒരു ഉയർന്ന റാങ്ക് വാങ്ങിച്ച് എത്രയും വേഗം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ PDF എങ്ങനെയാണ് ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഗൂഗിൾ ഫോം താഴെ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ മാത്രം മതിയാവും. നമ്മൾ ആ PDF മെറ്റീരിയൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്ത് തരുന്നതാണ്.
അതുപോലെ IU എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാദമി തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ IU എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊണ്ട് ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. 4750-ലധികം ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ റാങ്ക് ഫയലിലെ കണ്ടന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സിലബസിലെ ഏത് മൊഡ്യൂൾ എടുത്താലും ഇപ്പം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ മൊഡ്യൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ മൊഡ്യൂൾ ആയിക്കോട്ടെ, ആ മൊഡ്യൂളിൽ PSC തന്നിരിക്കുന്ന സിലബസിൻ്റെ ഓർഡർ തന്നെയാണ് നമ്മളിവിടെ ഓരോ ക്വസ്റ്റ്യൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ഈ ബുക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് സീരീസ്, അതായത് IU എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് സീരീസും ഏണസ്റ്റ് അക്കാദമി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഏണസ്റ്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനായ ബിഗ് ലേഡിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് ഓർഡറിലും ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ തന്നെ ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം ഈ ടെസ്റ്റ് സീരീസിലൂടെ ലഭിക്കുന്നതാണ്. അപ്പം ഈ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ നെഗറ്റീവ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഏതൊക്കെ ഏരിയസിലാണ് വീക്ക്, അതുപോലെ ഇനി നിങ്ങൾ എവിടെയൊക്കെ സ്ട്രോങ് ആണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അത് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് മുൻവർഷ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 5000-ലധികം ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ IU എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റൻസീവ് ബാച്ച് ഏണസ്റ്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ നയിക്കുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സിലബസ് ഓർഡറിൽ നമ്മൾ തയ്യാറാക്കിയ കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുക. ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ സ്റ്റഡി പ്ലാനിൽ ഉണ്ടാകും. മാത്രമല്ല നിങ്ങൾ ഓരോ ദിവസവും പഠിച്ചതിന് ശേഷമുള്ള വീക്ക്ലി ടെസ്റ്റ്, ഒരാഴ്ച ഒരു വീക്ക്ലി ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ വീക്ക്ലി ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ആ ഒരാഴ്ച പഠിച്ചു വന്നാൽ നിങ്ങളുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് മൊഡ്യൂൾ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റുകൾ, PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള മോഡൽ ടെസ്റ്റുകൾ ധാരാളം നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സിലൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല എക്സാം വരെയും ഗൈഡൻസിനായിട്ട് ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഈ കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിങ്ങളുടെ അതേ മെൻറ്റാലിറ്റിയുള്ള, അതായത് കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം വാട്സപ്പ് കമ്മ്യൂണിറ്റിയും ഈ കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുപോലെ ഏണസ്റ്റ് അക്കാദമിയുടെ മറ്റ് മെറ്റീരിയൽസ് ആയ റാങ്ക് ഫയലും അതുപോലെ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് കൂടുതൽ അറിയാനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ മാത്രം മതിയാവും. അതുപോലെ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു PDF നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ഗൂഗിൾ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ മാത്രം മതിയാവും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ IU ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസും അതുപോലെ അപ്ഡേറ്റ്സും ഒക്കെ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.